കേരള പോലീസ് കോൺസ്റ്റബിളിൽ അതായത് പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ WCPO ആണ് മിനിമം +2 യോഗ്യതയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതായത് വുമൺ സിവിൽ പോലീസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള 3 ലിസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അതായത് കാറ്റഗറി നമ്പർ 2024 ബേസ് ചെയ്ത് വരുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ 3 ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ആ 3 ലിസ്റ്റുകളും കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. കേരളത്തിലുള്ള വനിതകൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന മിനിമം +2 അപേക്ഷിക്കാൻ സാധിക്കുന്ന പിന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള നമ്മുടെ WCPOൻ്റെ ലിസ്റ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് KP3ൻ്റെ ലിസ്റ്റ് ആൺകുട്ടികളുടെ CPOൻ്റെ ലിസ്റ്റ് വന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കും. അതുപോലെ അതെങ്ങനെ ലഭിക്കും, അതിൻ്റെ PDF എങ്ങനെ ലഭിക്കും, ഇതിൻ്റെ PDF എങ്ങനെ ലഭിക്കും, ഇതൊക്കെ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ആദ്യം തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള കാര്യമാണ്. ആ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ന് വരും എന്നാണ് അവർ പലരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസംബറോട് കൂടി പുതിയ 2025 ഡിസംബറോട് കൂടി പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. WCPO ആണെങ്കിലും CPO ആണെങ്കിലും ഈ വർഷം അവസാനത്തിനുള്ളിൽ വരുന്നുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ മുന്നിലേക്ക് വരുന്നുണ്ട്. പിന്നെ പോലീസ് കോൺസ്റ്റബിളിൽ തന്നെ ഡ്രം, ബ്രൂഗ്ലർ, അങ്ങനെ ഒരുപാടധികം അവസരങ്ങൾ മറ്റുള്ള പോലീസ് കോൺസ്റ്റബിൾ തന്നെ മറ്റുള്ള തസ്തികകൾ വരുന്ന കാര്യവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. സോ ഇവിടെ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ വരുന്നത് 091/2024 എന്നാണ്. അതായത് 091/2024 എന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾ വുമൺ പോലീസ് കോൺസ്റ്റബിളിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. NCA മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള കേരളത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ OMR ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പരീക്ഷയിൽ ജയിച്ച കുട്ടികളുടെ ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. 52 പേരാണ്. 52 കാൻഡിഡേറ്റ്സ് ആണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 52 ആണ്. അതായത് 52 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. കട്ട് ഓഫ് വന്നിട്ടുള്ളത് 52 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 52 അല്ലെങ്കിൽ അതിന് കൂടുതലോ മാർക്ക് വാങ്ങിയിട്ടുള്ളവർ ഈ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലിസ്റ്റ് നോക്കാം. 3 ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വനിതകളുടേതാണ് കേട്ടോ. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് തന്നെ വിളിച്ചിട്ടുള്ള NCA ST വിഭാഗത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. നേരത്തെ മുസ്ലിം വിഭാഗം ആണെങ്കിൽ ഇത് ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പറാണ് നിങ്ങളുടെ ഈ പോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം. അപ്പോൾ 446/2024 എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ച നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ OMR ടെസ്റ്റ് നടന്നിട്ടില്ല, എക്സാമിനേഷൻ നടന്നിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, ഈ പറയുന്ന എല്ലാ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ളവർ ഫിസിക്കൽ മെഷർമെൻറ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മുമ്പോട്ടുള്ള പ്രൊസീജിയറിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ളത് ഇവരായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 102 പേരാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആകെ മൊത്തം കട്ട് ഓഫ് ഇതിന് വന്നിട്ടുള്ളത് 31.67 എന്ന രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 31 മാർക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കോ ലഭിച്ചവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോ ആയിട്ട് മാർക്ക് ലഭിച്ചവരുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവരാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് +2 ഉള്ള പെൺകുട്ടികൾക്ക്, വനിതകൾക്ക് ഏജ് ലിമിറ്റും കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺലി നമ്മൾ പറയുകയാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറയുകയാണ്. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന WCPOൻ്റെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 582/2024 സ്റ്റേറ്റ് വൈഡ് ആണ്. കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും അപേക്ഷിക്കുക. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് കേട്ടോ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലുടനീളമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക്, വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ പരീക്ഷ നടന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2025 19/7/2025 പരീക്ഷ നടന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടവർ എന്താണ്, ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെൻറ്റ്, ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ എലിജിബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഇൻ ദി ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. 1286 പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 496 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 790 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെയിൻ ലിസ്റ്റിൽ 790 കുട്ടികൾ 790 അടുത്ത് കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 496 അതായത് 500 അടുത്ത് കുട്ടികൾ നമ്മുടെ സപ്ലിമെൻ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആകെ മൊത്തം
1286 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 1300 അടുത്ത് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് കിടക്കുകയാണെങ്കിൽ എത്ര മാർക്ക് അല്ലെങ്കിൽ ഏത് മാർക്കിൻ്റെ മുകളിൽ നേടിയവർക്ക് ഈ ലിസ്റ്റിൽ ഇടം നേടാന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദി മാർക്ക് സ്കോർഡ് ബൈ ദി കാൻഡിഡേറ്റ് ഇൻ ദി മാർക്ക് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള മെയിൻ ലിസ്റ്റാണ് കേട്ടോ. മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 57.33 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ വാങ്ങിയിട്ടുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ ലിസ്റ്റിലായിട്ട് ഇടം നേടിയിട്ടുണ്ട്. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മേ ബി ഇതിലും കുറഞ്ഞേക്കാം, താഴെയുള്ളതാണ് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മേ ബി അതിലും കുറഞ്ഞേക്കാം. പക്ഷേ ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ വാങ്ങിയിട്ടുള്ളവർ, ആ ഒരു മാർക്കിൻ്റെ മുകളിലോ വാങ്ങിയിട്ടുള്ളവർ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചിട്ടാണ് പിന്നീട് ഉദ്യോഗാർത്ഥികൾ കുറവാണ്, ബാക്കിയുള്ള റീസണൊക്കെ കൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിന് ആളെടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ, ബാക്കിയുള്ള ലിസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനി ഈ ലിസ്റ്റ് എവിടെ കിട്ടുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിൽ 3 ലിസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല, നേരെ നമ്മൾ ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് നിന്നാൽ മതി. അതിൽ ഓരോ ലിസ്റ്റായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എന്തായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ ലിസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ വരുന്ന സമയത്തേക്ക് ടെലിഗ്രാമിൽ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ മതി. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, നിങ്ങൾ കാറ്റഗറി നമ്പർ ഇവിടെ കാണുമല്ലോ ആ PDF സൈഡിലായിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കാവുന്നതാണ്. അപ്പോൾ 3 ലിസ്റ്റ് ഉണ്ട്. വനിതകളുടേതാണ്, വുമൺ CPO അതായത് WCPO-ൻ്റെതാണ്. ബാക്കി വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും.